നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. യുവതിയെ സെക്സ് റാക്കറ്റിന് കൈമാറാനായി ശ്രമിച്ചു. ഇത്രയും കാലം ഏറെ കോളിളക്കമുണ്ടാക്കിയ വിവാദ നടി മിനു മുനീറിനെ തമിഴ്നാട് പോലീസ് പിടികൂടുകയാണ്. അങ്ങനെ മിനു മുനീറിനെ കസ്റ്റഡിയിലെടുത്ത വാർത്തയാണ് ഈ അവസരത്തിൽ പുറത്തു വരുന്നത്. തമിഴ്നാട് പോലീസ് ഇന്നലെ ആലുവയിൽ നിന്നാണ് രാത്രി നടിയെ കസ്റ്റഡിയിലെടുത്തത്. ഇവരെ ഇന്ന് രാവിലെ ചെന്നൈയിലെത്തിച്ചു. 2014 ബന്ധുവായ യുവതിയെ സിനിമയിൽ അഭിനയിപ്പിക്കാം എന്ന് വാഗ്ദാനം നൽകി തമിഴ്നാട്ടിലെത്തിച്ച് ഒരു സെക്സ് റാക്കറ്റിന് കൈമാറാൻ ശ്രമിച്ചു എന്ന പരാതിയാണ് നിലവിൽ ഉയർന്നിരിക്കുന്നത്. നേരത്തെ തന്നെ ഉയർന്നൊരു പരാതിയാണ്. ഈ സംഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നടിയെ ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ചെന്നൈ തിരുമംഗലം പോലീസ് ബുധനാഴ്ച രാത്രി നടിയെ കസ്റ്റഡിയിലെടുത്തു. ആരോപണത്തിൽ കഴമ്പില്ലെന്ന് ഇത്രയും കാലം മിനു മുനീർ വാദിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ഇപ്പോൾ പോലീസ് നടപടി കടുപ്പിക്കുകയാണ്. ഇതുകൂടാതെ അപകീർത്തി കേസിൽ നടൻ ബാലചന്ദ്ര മേനോന്റെ പരാതിയിൽ നേരത്തെ മിനു മുനീറിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സമൂഹ മാധ്യമങ്ങളിലൂടെയും യൂട്യൂബ് ചാനലുകളിലൂടെയും ഒക്കെ ബാലചന്ദ്ര മേനോനെ അപകീർത്തിപ്പെടുത്തി എന്നുള്ളതാണ് പോലീസിലെത്തിയ പരാതി. ഇതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു അറസ്റ്റ്. കാക്കനാട് സൈബർ പോലീസ് അറസ്റ്റ് ചെയ്ത നടിയെ പിന്നീട് ജാമ്യത്തിലും വിട്ടു. ബാലചന്ദ്ര മേനോനെതിരെ നടി നൽകിയ പരാതിയുമായി ബന്ധപ്പെട്ട കേസിലെ നടപടികൾ കോടതിയാകട്ടെ അവസാനിപ്പിക്കുകയും ചെയ്തു. അതിൻ്റെ ഭാഗമായി പരാതിക്കാരിക്ക് കോടതി നോട്ടീസും കൊടുത്തു. ബാലചന്ദ്ര മേനോനെതിരെയുള്ള ആരോപണങ്ങൾക്ക് തെളിവില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പോലീസ് അന്തിമ റിപ്പോർട്ട് സമർപ്പിച്ചത്. ചലച്ചിത്ര രംഗത്തെ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാൻ സർക്കാർ നിയോഗിച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ വെളിപ്പെടുത്തലുകൾ പുറത്തു വന്നപ്പോൾ ചില നടീനടന്മാർക്കെതിരെ ലൈംഗിക ആരോപണം നടത്തിയ മിനു മുനീർ വലിയ തോതിൽ പ്രശസ്തി ആർജിച്ചിരുന്നു. ജയസൂര്യ, മുകേഷ്, മണിയമ്പിള്ള രാജു, ഇടവേള ബാബു, അഡ്വക്കേറ്റ് ചന്ദ്രശേഖരൻ, പ്രൊഡക്ഷൻ കൺട്രോൾ നോബൽ, വിച്ചു എന്നിവർക്കെതിരെ ഫേസ്ബുക്ക് പേജിലൂടെയായിരുന്നു നിരന്തരമായി മിനു മുനീർ ആരോപണം ഉന്നയിച്ചത്. പിന്നാലെ യൂട്യൂബ് ചാനലുകളിലൂടെയും ആരോപണം ഉന്നയിച്ചു. ബാലചന്ദ്ര മേനോനെ ഭീഷണിപ്പെടുത്തി പണം തട്ടാൻ ശ്രമിച്ച കേസ് ഇതിന് പിന്നാലെ രജിസ്റ്റർ ചെയ്യപ്പെട്ടു. ഈ കേസിൽ മിനു മുനീറിൻ്റെ അഭിഭാഷകൻ കഴിഞ്ഞ ആഴ്ച പോലീസ് കസ്റ്റഡിയിലായിരുന്നു, അറസ്റ്റിലായിരുന്നു. കൊല്ലം സ്വദേശിയായ സംഗീത് ലൂയിസിനെയാണ് കൊച്ചി സൈബർ പോലീസ് പിടികൂടിയത്. വിവാദ വാർത്തകൾ സൃഷ്ടിച്ച് മാധ്യമങ്ങളിൽ വലിയ തോതിൽ ശ്രദ്ധ നേടിയിരുന്നു ഇവർ. ചില മലയാള സിനിമകളിലും നിരവധി സീരിയലുകളിലും മിനു മുനീർ ചെറിയ തോതിലെങ്കിലും അഭിനയിച്ചിട്ടുണ്ട്. മീനു കുര്യൻ എന്നീ പേരുകളിലും ഇവർ അറിയപ്പെട്ടെങ്കിലും സിനിമയിൽ അറിയപ്പെടുന്നത് മിനു കുര്യൻ എന്ന പേരിലാണ്. സെയിൻറ്റ് മേരി റെസിഡൻഷ്യൽ സെൻട്രൽ സ്കൂളിൽ നിന്ന് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ മിനു ഉപരിപഠനം നടത്തിയത് മംഗലാപുരത്ത് SDM ലോ കോളേജിലായിരുന്നു. 20ഓളം സിനിമകളിൽ ചെറിയ വേഷങ്ങളിൽ മുഖം കാണിക്കാൻ സാധിച്ചിട്ടുണ്ട്. 2011 നാടകമേ ഉലകം എന്നുള്ള സിനിമയിൽ നിന്നാണ് തുടക്കം. പിന്നീട് കലണ്ടർ, ഡാ തടിയ, വൺ വേ ടിക്കറ്റ്, പ്രമുഖൻ, പ്രബലൻ, നല്ല പാട്ടുകാരൻ, ദേ ഇങ്ങോട്ട് നോക്കിയേ, പുല്ലക്കെട്ട് മൂത്തമ്മ, കാമദേവി തുടങ്ങിയ ചിത്രങ്ങളിലും മിനു മുനീർ വേഷമിട്ടിട്ടുണ്ട്. മലയാളം, തമിഴ്, തെലുങ്ക് എന്നീ മേഖലകളിലാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. സിനിമയിൽ തുടരാൻ ആഗ്രഹമുണ്ടെങ്കിൽ പോലും ഉപദ്രവം അസഹനീയമായതോടെ മലയാള സിനിമ ഉപേക്ഷിച്ച് ചെന്നൈയിലേക്ക് താമസം മാറ്റാൻ താൻ നിർബന്ധിതയായി എന്നാണ് മിനു മുനീർ മാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെ പറഞ്ഞിട്ടുള്ളത്. മലയാള സിനിമയിൽ നിരവധി വലിയ ഓഫറുകൾ തനിക്ക് കിട്ടിയെന്നും പക്ഷേ അതിന് പിറകിൽ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരുന്നതിനെക്കുറിച്ച് തനിക്ക് അംഗീകരിക്കാൻ കഴിയുന്നതല്ലെന്നും മിനു മുനീർ നേരത്തെ പറഞ്ഞിരുന്നു. സിനിമകളിലും കുട്ടിക്കാനത്തെയും ഒറ്റപ്പാലത്തെയും ലൊക്കേഷനുകളിൽ നിന്നും രാത്രി ഒറ്റയ്ക്ക് കാർ ഓടിച്ച് തിരിച്ചു പോരേണ്ട അവസ്ഥ വരെ തനിക്കുണ്ടായിരുന്നുവെന്ന് 2013 തന്നെ മിനു കുര്യൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2017 ഇസ്ലാമിലേക്ക് മിനു മുനീർ മതം മാറുകയും മിനു മുനീർ എന്ന പേര് സ്വന്തമാക്കുകയുമായിരുന്നു. ഇവർ മക്കയിൽ പോയി ഉംറ ചെയ്തതിൻ്റെയും പർദ്ദയിട്ടുകൊണ്ടെടുത്ത സെൽഫികളും ഒക്കെ തന്നെ സോഷ്യൽ മീഡിയയിൽ ഇവർ തന്നെ വ്യാപകമായി പ്രചരിപ്പിച്ചിട്ടുണ്ട്. തൻ്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കണ്ടെത്താനായിട്ടാണ് ഖുറാനിൽ അഭയം പ്രാപിച്ചതെന്നും അതുകൊണ്ടാണ് മതം മാറിയതെന്നും പറഞ്ഞുകൊണ്ട് അവർ ഒരു 48 മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോ അടക്കം ചെയ്തിട്ടുണ്ടായിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.